കുറച്ച് കേക്ക് ടിപ്സ് പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ചിലർ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാണ്, ഞങ്ങളും കേക്ക് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഹോം ബേക്കേഴ്സ് അല്ലാതെ അതിന് പുറമെ ഒരുപാട് ആൾക്കാർ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ അറിയുന്നവരുണ്ട്. പക്ഷേ ചെറിയ ചില ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് എല്ലാം കഴിയണം എന്നുള്ളതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നാലോ. ആദ്യം തന്നെ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടും. അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ ഒരു മെഷീൻ്റെ ചൂട് കൊണ്ടൊക്കെ ക്രീമിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ ലെയേഴ്സിനൊക്കെ ഐസിങ് ചെയ്യാൻ എടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു തണുപ്പ് പിന്നെയും പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ക്രീമൊക്കെ മെൽറ്റായി പോകും. അപ്പോൾ നമുക്കിത് അറിയാവുന്നവരാണെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യാം. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ലെയറായിരുന്നു ഇത്. അപ്പോൾ ഞാനിത് കുറച്ച് മുകൾ ഭാഗം പൊന്തി നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കേക്കിൻ്റെ അടിഭാഗം, ഏറ്റവും അടിഭാഗം കുറച്ചൊന്ന് ഹാർഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ആ ഒരു ചൂടായിട്ട് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നമ്മളൊരു നൈഫ് വെച്ചിട്ടൊന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്തെടുക്കുന്ന പോലെ എടുത്താൽ മതിയിട്ട്. അപ്പോൾ കേക്ക് വലിയ പീസായിട്ട് അങ്ങനെ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ല ലെവലായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേക്ക് ബോർഡിൽ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം താഴെ ബോർഡിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അത് അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളത് കേക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ പീസായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു ബോർഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ വരുന്നതൊക്കെ അപ്പോൾ തന്നെ മാറ്റിയെടുക്കുക. അതല്ലെങ്കിൽ നെക്സ്റ്റ് ലെയറൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്രീം കാരണം അത് സെറ്റായിട്ടിരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ചും ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതിരിക്കുക. കേക്കിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ഒഴികെയുള്ള ബാക്കി 2 ഇടയിൽ കട്ട് ചെയ്തെടുത്ത 2 സ്പഞ്ച് ഉണ്ടായിരുന്നല്ലോ, അതിലൊരെണ്ണം കേട്ടോ ഞാൻ അതിൽ സെക്കൻഡ് ലെയറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എന്താണ് കേക്കിൻ്റെ ഫില്ലിങ് വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. തേർഡ് ലെയറായിട്ട് കേക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഭാഗമാണ്. അതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് പൊന്തി നിൽക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത ഭാഗം ആണ് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് വരേണ്ടത്. ആ ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ ചിലപ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ കുറച്ച് ക്രീമൊക്കെ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ടൊന്നും അങ്ങനെ വരുന്നുണ്ടാവില്ല, ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ വെക്കുന്നത് അതുപോലെ തന്നെ മിഡിലിൽ 2 പീസ് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ടോപ്പിൽ വരുന്നത്. ഏറ്റവും മുകളിലത്തെ ലെയറും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന ക്രീം മൊത്തം ഈ ഒരു കേക്കിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗത്തും സൈഡിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചും ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ ആവും സൈഡിലെ ക്രംസ് ഒന്നും പുറത്ത് കാണാത്ത, സൈഡിലും അതുപോലെ തന്നെ മുകളിലൊന്നും ക്രംസ് പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ തന്നെ ബാക്കിയുള്ള ക്രീം കൊണ്ട് നന്നായിട്ട് തന്നെ സെറ്റാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്രീമിൻ്റെ കളറും പ്രത്യേകിച്ചും വൈറ്റ് കളറിലൊക്കെയുള്ള കേക്ക് ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ക്രംസൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ. ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുകൾ ഭാഗമൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്രം കോട്ടിങ്ങിൽ നമ്മൾ ഏത് രീതിയിലാണോ ഐസിങ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഫൈനൽ കോട്ടിങ്ങിലും വരിക. മുകൾ ഭാഗമൊക്കെ ലെവലല്ലേ എന്ന് നല്ല രീതിയിൽ നോക്കുക. എവിടെയെങ്കിലുമൊക്കെ പൊന്തിയോ മുഴച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നത്തെ അതിൻ്റെ മുകളിൽ വരുന്ന ഐസിങ് നമുക്ക് ആ ഒരു ഫ്ലോയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റാക്കി എടുക്കാൻ നോക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്രീം ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു സൈഡ് ഭാഗം കണ്ടില്ലേ, ഞാൻ ആ ഒരു രീതിയിൽ ഓരോ ലെയറും വെച്ചതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒന്നും കട്ട് ചെയ്യാനായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഈക്വലായിട്ട് തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു കറക്റ്റ് ഒരു ലൈൻ അങ്ങനെ എടുത്ത് കാണിക്കുന്നത് അതിലൊന്നും നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്യാനില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്തെടുക്കാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലെ നമ്മൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് നൈഫ് കൊണ്ട് ഇങ്ങനെ താഴത്തേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് വലിച്ചുകൊണ്ട് വരിക. അപ്പോൾ നമുക്ക് എവിടെയാണോ കുറച്ച് പൊന്തി നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു നൈഫ് തട്ടുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ റൗണ്ട് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഫുൾ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ടാവും. എല്ലാ ഭാഗത്തും റൗണ്ടായിട്ട് തന്നെ ഒരുപോലെ കട്ട് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ ബോർഡ് നല്ല രീതിയിൽ ക്രംസ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ച് ഫിനിഷ് ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കുക. അപ്പോൾ ഈ ഒരു ക്രീം സെറ്റായിട്ട് പിന്നത്തെ ഉള്ള ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് 2 കളറിലുള്ള ഐസിങ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തത് കേട്ടോ. ഇത് നമുക്ക് ഒറ്റ കളറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രീം സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ എടുത്തിട്ട് ഡയറക്റ്റ് കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതല്ലാതെ വരുമ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുമ്പോൾ
ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എയർ ടൈറ്റായിട്ട് ഈ ഒരു ക്രീം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ബബിൾസ് വന്ന രീതിയിലാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വിധത്തിലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗമൊന്നും നല്ല രീതിയിൽ ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. കാരണം എനിക്കൊരു വേവ് വരുന്ന ഒരു മോഡലായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു സൈഡ് ഭാഗം മാത്രമാണ് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തേക്കും എത്തിയിട്ടില്ലേ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമ്മൾ കേക്കിൻ്റെ ടൂൾസ് തന്നെയാണ് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടുള്ളൂന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിന് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള എന്ത് ടൂൾസ് വെച്ചിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം. കേക്ക് ഐസിങ്ങിന് വേണ്ട അത്യാവശ്യം ടൂൾസൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും എനിക്ക് അതുകൊണ്ടൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ മൂടിയുടെ ഭാഗം കട്ട് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു വേവായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ സ്ക്രാപ്പർ യൂസ് ചെയ്യാതിരിക്കും. ഇതുപോലെ കേക്കിൻ്റെ നൈഫ് വെച്ചിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും ആ ഒരു ക്രീം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഓരോ ഗ്യാപ്പ് വരും, എയർ ബബിൾസ് ഒക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് എത്ര ചുറ്റിയെടുത്താലും പിന്നെയും അവിടെ ഇവിടെയൊക്കെ ഓരോ ഹോൾസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അവിടെയൊക്കെ പിന്നെയും ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയും സമയം പിന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഓരോ സമയം ഇങ്ങനെ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കേക്കിനായി കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ കേക്കിൻ്റെ ടോപ്പ് ഭാഗം ഫിനിഷിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഏത് കേക്ക് നൈഫാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഈ ഒരു ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ മുകളിലായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ചെറിയ രീതിയിൽ ചൂട് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. നമ്മളത് ഗ്യാസിൽ നല്ല രീതിയിലൊന്നും ചൂടാക്കി എടുക്കരുത്. ചെറിയൊരു ചൂട് മാത്രം മതി. എന്നിട്ട് അപ്പം തന്നെ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒറ്റ പ്രാവശ്യം തന്നെ നമുക്കിത് ചെയ്തെടുത്താൽ മതി. ഒപ്പം തന്നെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി ഈ ഒരു രീതിയിൽ 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനിയും എനിക്കറിയാവുന്ന ടിപ്സൊക്കെ ഇനി എന്തായാലും വേറൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട.